നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് ISL മാറ്റങ്ങൾ വരാൻ പോകുന്നു. അതായത് അടുത്ത സീസൺ തൊട്ട് എന്തൊക്കെയാണ് ആ ഒരു മാറ്റങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു കാര്യങ്ങൾ നമ്മളോട് മാർക്കസ് മർഗലോവ് പറഞ്ഞാണ്. എന്തായാലും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. എന്തായാലും ഏഷ്യൻ സൈനിങ് അടുത്ത സീസൺ കൊണ്ട് കമ്പൽസറി അല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം ഇപ്പോഴേ ജോഷോ സട്ടോറിക്ക് നമ്മളുമായിട്ട് കോൺട്രാക്റ്റ് ഉണ്ട്. അതിനി റെലിഗേറ്റ് ചെയ്യുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. എന്തായാലും ഏഷ്യൻ സൈനിങ് കമ്പൽസറി അല്ല എന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഏഷ്യൻ സൈനിങ് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. അത് യാതൊരു വിധത്തിലും നമ്മളെ ഗുണം ചെയ്യുന്ന ഒന്നല്ല. അത് ഇന്ത്യൻ ഫുട്ബോളിന് ഗുണം ചെയ്യുന്ന ഒന്നല്ല. അതുപോലെ ക്ലബ്സിന് ഇനിയിപ്പോൾ സാലറി ക്യാപ്പിൻ്റെ കാര്യമാണ്. സാലറി ക്യാപ്പ് 16.5 കോടിയിൽ നിന്ന് 18 കോടിയാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 18 കോടിയായിട്ട് കൂട്ടിയിട്ടുണ്ട്. പക്ഷേ സാലറി ക്യാപ്പ് സ്ട്രിക്റ്റ് ആക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. നേരത്തെ ഒന്നും സ്ട്രിക്റ്റ് അല്ലായിരുന്നു. അതിന് വേണ്ടിയാണെന്ന് 1.5 കോടി കൂട്ടി വെച്ചിരിക്കുന്നത്. എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു 18 കോടിക്കകത്തെ ക്ലബിന് ബാക്കിയുള്ള പ്ലേസ്, അതായത് 2 പ്ലേസിന് വെച്ച് ബാക്കിയുള്ളവരെ എല്ലാം ഈ ഒരു സാലറി ക്യാപ്പിനകത്തെ സൈൻ ചെയ്യാൻ സാധിക്കത്തുള്ളതാണ് എനിക്കിനി തോന്നുന്നത്. എന്തായാലും പണി കിട്ടാൻ പോകുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനും മുംബൈ സിറ്റി FCക്കും ഒക്കെയാണ്. കാരണം അവരാണ് ഈ സാലറി ക്യാപ്പൊക്കെ തെറ്റിക്കുന്നത്. സോ അവർക്ക് വലിയൊരു പണിയാണ് പറയാൻ പോകുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2 പ്ലേസിന്, അതായത് ഇപ്പോൾ ഡൊമസ്റ്റിക് പ്ലെയർ ആവാം, ഇൻ്റർനാഷണൽ പ്ലെയർ ആവാം, ആ 2 പ്ലേസിന് എത്ര തുക കൊടുത്തു വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. ബട്ട് ബാക്കിയുള്ള പ്ലേയേഴ്സ് എല്ലാം ഈ ഒരു 18 കോടിക്ക് ഇൻസൈഡിൽ വന്നിരിക്കണം. അതാണ് സാലറി ക്യാപ്പിലെ പുതിയ നിയമം എന്ന് പറയുന്നത്. സോ അടുത്ത പ്രാവശ്യം തൊട്ട് സ്ട്രിക്റ്റ് ആക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് കൂട്ടിയത് സാലറി ക്യാപ്പിൻ്റെ ആ ഒരു തുക. എന്തായാലും ഈ ഒരു മാറ്റങ്ങളെല്ലാം വളരെ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഏഷ്യൻ പ്ലെയറിനെ ഒഴിവാക്കിയത് ഏറ്റവും നല്ല മാറ്റം തന്നെയാണ്. പിന്നുള്ളത് സാലറി ക്യാപ്പ് എന്ന് പറയുന്നത്. സാലറി ക്യാപ്പ് കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിൽ ഇന്ത്യൻ പ്ലേയേഴ്സൊക്കെ ഓവർ പെയ്ഡ് ആണെന്ന് ധാരാളം പേര് പറയുന്നുണ്ട്. സോ അതെന്തായാലും മാറേണ്ടതായിട്ടുണ്ട്. സോ ഉറപ്പായിട്ടും സാലറി ക്യാപ്പ് കൊണ്ടുവരണം. എന്നാലേ എല്ലാ ക്ലബിനും ഒരു രീതിയിൽ പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ അഡ്വാൻറ്റേജ് കൊടുക്കുന്ന 2 പ്ലെയറിന്, ഏതെങ്കിലും 2 പ്ലെയറിന് നിങ്ങൾക്ക് എത്ര തുക കൊടുത്ത് വേണമെങ്കിലും കൊണ്ടുവരാൻ സാധിക്കും. സോ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.